സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞത്. ഏത് തരത്തിലാണ് മഴ മുന്നറിയിപ്പ്? KP തെക്കൻ കർണാടക തീരത്തോട് ചേർന്ന് ഒരു ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഇതിന്റെ സ്വാധീന ശക്തിയാൽ അടുത്ത 5 ദിവസം കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. കാരണം വരുന്ന 5 ദിവസങ്ങളിൽ മിക്കവാറും ജില്ലകളിൽ വിവിധ തലത്തിലുള്ള അലർട്ടുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ പറഞ്ഞ ജില്ലകളിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലും കോട്ടയത്തും എറണാകുളത്തും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റ് 6 ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം ഇന്ന് മഴ ശക്തമായി തന്നെ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് തൊട്ടടുത്ത ദിവസങ്ങളിലെ ഈ അലർട്ടുകൾ നമ്മൾ പരിഗണിക്കേണ്ടത്. കാരണം ഇന്ന് ഓറഞ്ച് അലർട്ടുള്ള കോട്ടയത്തും നാളെയും ഓറഞ്ച് അലർട്ടുണ്ട്. അതുപോലെ ഇടുക്കിയിലും നാളെയും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. കോഴിക്കോടും നാളെ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. മറ്റ് വിവിധ ജില്ലകളിൽ പ്രത്യേകിച്ച് തൃശ്ശൂരും പാലക്കാടും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നാളെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് തുടർച്ചയായ 2 ദിവസം സംസ്ഥാനത്ത് മിക്കവാറും ജില്ലകളിൽ ശക്തമായ മഴ പെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതിനടുത്തുള്ള ദിവസങ്ങളിലും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലും എറണാകുളത്തും 19-ആം തീയതി ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ആ ദിവസം വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. 20-ആം തീയതി മിക്കവാറും എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് നടക്കുന്നു. 21-ആം തീയതിയും ഈ രീതിയിൽ യെല്ലോ അലർട്ട്. അതായത് സാധാരണഗതിയിൽ ഇത്തരം അലർട്ടുകൾ വരുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം മാത്രമായിരിക്കും ഈ ശക്തമായ മഴ പെയ്യുന്നതിനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കാണുക. മറ്റ് ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ട് ഈ ദിവസങ്ങളിൽ ഗ്രീൻ അലർട്ട്, അതായത് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും സാധാരണ അലർട്ടുകളിൽ എപ്പോഴും ഉണ്ടാകുക. പക്ഷേ ഇത് സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു അസ്വാഭാവികമായ രീതിയിൽ തന്നെ ഈ അലർട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മഴ കനക്കും. പ്രത്യേകിച്ച് ഇടുക്കിയും കോട്ടയം പോലെയുള്ള മലയോര മേഖലകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് തന്നെയുള്ള സാധ്യത കൽപ്പിക്കുന്നു. KP, വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നതിനാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.